ഒരുപാട് മാനിഫെസ്റ്റേഷൻ ബുക്സ് വായിച്ചതിന് ശേഷം ഞാൻ തന്നെ ഫോമുലേറ്റ് ചെയ്ത ഒരു മാനിഫെസ്റ്റേഷൻ ഫോമിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ആൾക്കാരും എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ ഫോർമുല. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇൻടു ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അഡീഷൻ അല്ല. അതിനൊരു റീസൺ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ജോലി മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, അതിന് ഇപ്പം നമ്മളൊരു ഇൻറ്റൻഷൻ വെക്കണം. എനിക്ക് ഇതാണ് വേണ്ടത് ഇന്ന കമ്പനിയിൽ ഇന്ന പോസ്റ്റിൽ. അപ്പോൾ എത്ര സ്പെസിഫിക് ആകുന്നോ അത്രയും നമുക്ക് ഫോക്കസ് ഓഫ് എനർജി കൊടുക്കാൻ പറ്റും, നമ്മളുടെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബിലീഫ്, അതായത് എനിക്ക് ആ ജോലി കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ അതിൽ കോൺഷ്യസും ഉണ്ട്, അൺകോൺഷ്യസ് ബിലീഫും ഉണ്ട്. കോൺഷ്യസ് ബിലീഫ് എന്ന് പറയുമ്പം എനിക്ക് എന്തായാലും അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. സബ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ എനിക്കത് കിട്ടുമോ, ഞാൻ അത്ര കഴിവില്ലല്ലോ, അങ്ങനെ കുറേ സബ് കോൺഷ്യസ് ബിലീഫ്സും വരാറുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് യൂസ് ചെയ്തിട്ട് സബ് കോൺഷ്യസ് ബിലീഫ്സൊക്കെ മാറ്റുന്നത്. അപ്പം നമുക്കിപ്പം ഒരു കോൺഷ്യസ് ബിലീഫ് ഒരു 80% ആയിട്ട് നമുക്ക് ഉണ്ടെങ്കിലും സബ് കോൺഷ്യസ്ലി നമ്മൾ എനിക്കത് പറ്റില്ല, ഐ എം നോട്ട് ഡിസേർവിങ്, ഐ എം അൺവർത്തി, അങ്ങനെയൊക്കെ ബിലീഫ്സ് ഉണ്ടാക്കുമ്പം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മാനിഫെസ്റ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫീലിംഗ്. ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്രത്തോളം ഫീൽ ചെയ്യുന്നത്, അതായത് എത്രത്തോളം സന്തോഷമുണ്ട്, എത്രത്തോളം നന്ദിയുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, അതൊക്കെ ഫീലിങ്സിൽ വരും. ഇനി നെക്സ്റ്റ് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ആക്ഷൻ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷനിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റിസെപ്റ്റിവിറ്റി. ഇതാണ് പല ആൾക്കാരും മിസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഇൻറ്റൻഷനും ബിലീഫും ഫീലിങ്സും ആക്ഷൻസും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ റിസെപ്റ്റിവിറ്റി ഇല്ലാത്തതാണ്. റിസെപ്റ്റിവിറ്റി എന്ന് സിംപ്ലി പറയുമ്പം നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യണം. അതായത് ഒരു വലിയൊരു കാര്യം, ഇല്ലെങ്കിൽ നമ്മൾ പണം മാനിഫെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഒരുപാട് പണം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ബട്ട് നിങ്ങൾക്ക് ഇൻറ്റേർണലി നിങ്ങൾക്കൊരു ഇതുണ്ടാക്കും, പണം വന്നതിനെ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതെങ്ങനെയാക്കും. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ തന്നെ ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീലിംഗ് ഉണ്ടാക്കും, പാനിക് ആവാൻ തുടങ്ങും. അതൊക്കെ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് റിസെപ്റ്റിവിറ്റി. അപ്പം നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഈ ഫോർമുല ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട്സ് വന്നിട്ടുണ്ട്. യു ക്യാൻ ഓൾവേസ് മോഡിഫൈ ദിസ് ഫോർമുല. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്കത് മാറ്റാം. ബട്ട് ഇതെനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്.